എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം നമുക്ക് ഇനി ഓണമൊക്കെ ഇനി അടുത്ത് വരാറായല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നെങ്കിൽ ക്ലീനിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ആദ്യം തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ടിന്നും കാര്യങ്ങളും എല്ലാം കഴുകി ഉണക്കണം. നമ്മുടെ കാലാവസ്ഥ എപ്പോഴും മാറിയും തിരിഞ്ഞൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ മഴ അല്ലെങ്കിൽ വെയിൽ. അപ്പോൾ കുറച്ച് വെയിലുള്ള ദിവസം നോക്കി ഞാൻ അത്യാവശ്യമുള്ള കുറച്ച് ടിന്നും കാര്യങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച് ഉണക്കി വെക്കാം. അപ്പം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടിന്നില്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കണ്ടല്ലോ. അങ്ങനെ അതൊക്കെ മേടിക്കുമ്പോൾ അതിലോട്ടൊക്കെ കുറേ ഇട്ട് വെക്കാം. കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. അതും ഒന്നെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുക്കളയിലോട്ട് പോകാം. കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഞാൻ പറക്കിയിട്ടേക്കും കേട്ടോ. ഞാൻ പിന്നെ മുറ്റത്ത് ഒരു പഴയ ബെഡ്ഷീറ്റ് നൂത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിയുമെന്ന് കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് അതിലോട്ട് ഒന്ന് കമത്തി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അഥവാ ഇടയ്ക്കെങ്ങാനും ഒന്ന് മഴ പെയ്താലും എല്ലാം വാരി കുട്ടി പറക്കി എടുത്തുകൊണ്ട് പോവാമല്ലോ. അങ്ങനെ കുറേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒഴിഞ്ഞ കവറുകളും പ്ലാസ്റ്റിക്കും അതിന് ഗോതമ്പൊടി അരിപ്പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചല്ലേ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഒരു ചാക്കിലോട്ടങ്ങ് മാറ്റി വെച്ചു. പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി കേട്ടോ, ഒന്ന് ഉണക്കിയിട്ട് ഞാനത് കവറിലാക്കി അങ്ങനെ ടിന്നിൽ അടച്ച് വെച്ചേക്കുവാണ്. പിന്നെ അടുത്തുള്ള കുറച്ച് റവ, പിന്നെ പച്ചരി പൊടി, പിന്നെ ഉള്ളത് തേയില, പിന്നെ ഗോതമ്പൊടി, അങ്ങനെ ഒഴിഞ്ഞതെല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റി കേട്ടോ. കുറച്ച് പുതിയ ടിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങോട്ട് ആ ടിന്നിലോട്ടങ്ങ് പകർത്തി. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് തൂക്കുന്നത് അതിനകത്ത് ഞാൻ വിചാരിച്ചിരുന്ന പച്ചരി, പിന്നെ അരിപ്പൊടി, പിന്നെ പുട്ടുപൊടി, അങ്ങനെയുള്ള ഉഴുന്ന്, അങ്ങനെയുള്ള പൊടി സാധനങ്ങൾ, കാപ്പിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടങ്ങ് ആക്കി. ഇനി ഇവിടെ ഞാൻ എണ്ണ വെക്കുന്ന സ്ഥലം കേട്ടോ. എണ്ണ ചെറിയൊരു റാക്കുണ്ട്. ഞാനാണെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ നമ്മൾ 5 സെറ്റോ 4 സെറ്റോ, അതിപ്പോൾ ഒരുപാട് നാളായി, അങ്ങനെ ഒരെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം ഇത്തിരി അത്യാവശ്യം എണ്ണയൊക്കെ ആകുമ്പോൾ ഞാൻ അത് മാറ്റി കഴുകിയിട്ട് അടുത്ത ഒരെണ്ണം വയ്ക്കുക, അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ മാറ്റി കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. വേറെ ഒരെണ്ണം പുതിയതെടുത്തിട്ട് എണ്ണയെല്ലാം അങ്ങോട്ടങ്ങ് വെക്കും. അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ലൈറ്റർ ആണെങ്കിൽ പന്നലായിപ്പോയായിരുന്നു, കേടായി. ഞാൻ പിന്നെ അത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കടയിൽ പോയപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങി. അതിൻ്റെ ഒരു നമ്മളവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടുമല്ലോ, അത് ഞാൻ വെച്ചത്. പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ പിന്നെ ഇവിടെ മേളിലാണ് ഈ ടിഷ്യൂ പേപ്പർ, അങ്ങനെയുള്ള ചായ, നമ്മുടെ ട്രേ ഉണ്ടല്ലോ, ചായ കൊടുക്കാനുള്ള ട്രേ, അതൊക്കെ ഞാൻ അതിൻ്റെ മേളിലായിട്ട് വെക്കുന്നത്. പിന്നെ സിപ്ലോക്ക് കവർ അതൊക്കെ ഒന്ന് കെട്ടി ഒഴുക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ എണ്ണ വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ നടുക്കലത്തുള്ള ആ പൊക്കുന്ന സാധനത്തിനകത്ത് എന്ന് വെച്ചാൽ മേളിലോട്ട് ഇങ്ങനെ ആക്കുന്ന സാധനത്തിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് നമ്മുടെ ഓട്സ്, നട്ട്സ്, അങ്ങനെയുള്ള ചെറിയ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇട്ട് വെച്ചു. പിന്നെ ടെന്നുകളെല്ലാം പടയെന്ന് ഞാൻ എല്ലാം കഴുകി വെയിലത്ത് വെച്ചു കേട്ടോ. എപ്പോഴാണ് വെയിൽ മാറുന്നതെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ചല്ലാതെ കടല, പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ മുന്തിരി ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പം നമ്മുടെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, എന്നാലും കുറേയും ഉണ്ട് ചെയ്യാൻ. കാരണം ഏറ്റവും താഴത്തെ പ്ലേറ്റ് പാത്രങ്ങൾ വെക്കുന്നത് അത് ഒരാളുടെ വേണം കേട്ടോ. അത് എടുത്ത് നമ്മുടെ ഊരി മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് ഒരാളുള്ളപ്പോഴേ പറ്റും, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ഊരിയെടുക്കാം. ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കണമെങ്കിലും പാടാട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഉള്ള ദിവസം നോക്കി ചെയ്യാമെന്ന്. അത്യാവശ്യമുള്ള ടിന്നും കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായിട്ടെല്ലാം കഴുകി ഉണക്കി വെച്ചു കേട്ടോ. ഏകദേശം വൈകുന്നേരമായി, ഒരു 11 മണിക്ക് കണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. കുട്ടികൾ വന്നപ്പോൾ 4 മണി ഏകദേശം ആ സമയമായിട്ട് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ.